മൊബൈലിൽ ഒരു ഐഫോൺ 15 പ്രോയിൽ ഒരു സിനിമ ചെയ്ത് അതിന്റെ ഔട്ട് ഇറക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ചിന്തിക്കാൻ കൂടി പറ്റാത്തൊരു പ്രോസസ്സാണ്. തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യണം, എന്നാലും അതിന്റെ നമ്മൾ എഫേർട്ട് എടുത്തതിന്റെ പേരിൽ പറയല്ല. ഞാൻ എന്റെ എക്സ്പീരിയൻസ് വെച്ച് പറയണം, നിങ്ങൾ ധൈര്യമായിട്ട് തിയേറ്ററിൽ പോയിട്ട് ഒരു വട്ടെങ്കിലും കുറ്റം പറയാനെങ്കിലും കയറി വന്ന് കാണണം. അതിന് മസ്റ്റായിട്ട് വരണം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് സർപ്രൈസുകളുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ തിയേറ്ററിലേക്ക് എത്താൻ. നമ്മൾ പറഞ്ഞ സിനിമ ഷൂട്ടിംഗ് ആണ്, അയാൾ കാണുന്ന മൊബൈലിൽ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ അയാൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ അവസരത്തെ നിരാകരിക്കാം. പക്ഷെ അയാൾ അതുപോലും നിരാകരിച്ചില്ല. ഞാൻ പൂർവ്വമായിട്ട് കൊടുക്കേണ്ടത് എന്താ, എന്നിട്ട് അയാൾ അത് ആ ഷൂട്ട് കഴിഞ്ഞിട്ട് പറയാണ് ഭാര്യനോട്, നീ ഇவ்வளோ നാൾ കനവ് കാത്തിട്ട് എന്താ വിഷയത്തെ ഞാൻ സാധിച്ചിട്ടുണ്ട്, ഞാൻ സിനിമ നടിച്ചിട്ട്, അങ്ങനെ പറഞ്ഞിട്ടാണ് അവർ പോകുന്നത്. കാലത്തേറ്റ് ദേവ 4 പുഷപ്പും 5 പുള്ളപ്പും അടിക്കുന്നത് ഞാൻ അങ്കമാലി തൊട്ട് ഇന്ന് വരെ എനിക്കൊരു ഡ്യൂട്ടി ഞാൻ കണ്ടിട്ടില്ല. ഒരടി എനിക്ക് മിസ്സായിട്ടില്ല. ഒരു മക്കൾക്കും സംഭവിക്കാതിരിക്കട്ടെ ഇതേപോലുള്ള ദുരനുഭവങ്ങൾ. അങ്ങനെയൊക്കെ ഒരു ബേസ് ചെയ്തിട്ടുള്ള ഒരു മൂവിയാണ്, ഒരു ത്രില്ലർ ടൈപ്പ് മൂവിയാണ്. ചിലപ്പോൾ ഒരു ചേഞ്ചസ് എനിക്ക് ഈ സിനിമ കൊണ്ട് ഉണ്ടായിരിക്കാം എന്നാണ് വിശ്വസിക്കുന്നത്. നന്നായിട്ട് വില്ലൻ റോളുകൾ ചെയ്യുമ്പോൾ അങ്ങനെ അങ്ങ് ക്യാരക്ടറൈസ് ചെയ്യപ്പെടുന്നതായിട്ട് തോന്നലല്ലേ, സത്യമാണ്, പരമസത്യം. എനിക്ക് മുഖത്തടിച്ച് പറയണതുണ്ട്. അങ്ങനെ ഞാൻ അഭിനയിക്കാത്തതിന്റെ പേരിൽ എനിക്ക് സങ്കടം തോന്നിയില്ല. കാരണം ഞാൻ ചെയ്യുന്ന പോലെ ചെയ്യാൻ ആരെ കൊണ്ട് പറ്റില്ല എന്നാണ് എന്റെ കോൺഫിഡൻസ്. ഹായ് എവരിവൺ, നമ്മുടെ കയ്യിൽ അത്യാവശ്യം നല്ലൊരു ക്യാമറ ഫോൺ ഉണ്ടെങ്കിൽ ഒരു മുഴുനീള സിനിമ ചിത്രീകരിച്ച് റിലീസ് ചെയ്യാൻ പറ്റും. അങ്ങനെ പറ്റും എന്ന് പ്രൂവ് ചെയ്തൊരു ടീമാണ് എൻ്റെ കൂടെ ഉള്ളത്. ഏപ്രിലിൽ റിലീസ് ചെയ്യാനിരിക്കുന്ന പകിടകളി എന്ന മൂവിയെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. അതിന്റെ ടീം എൻ്റെ കൂടെ ഉണ്ട്. നമുക്ക് വിശേഷങ്ങൾ അവരോട് നേരിട്ട് ചോദിച്ചറിയാം. ഓക്കെ, ഹായ്, വെൽക്കം. അപ്പോൾ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തിരിക്കുന്ന ദേവസൂര്യ, അന്ന ആൻഡ് ടിറ്റു വിൽസൺ. വെൽക്കം ടു ദ ഷോ. ടിറ്റുവിന് എല്ലാവർക്കും ഫെമിലിയർ ഫേസ് ആണ്. അപ്പോൾ ആദ്യമേ തന്നെ അതിലേക്ക് ഞാൻ വരാം. അപ്പോൾ ആദ്യമേ തന്നെ എന്താണ് പകിടകളി? ബേസിക്കലി നമ്മുടെ ഇവിടെ കേരളത്തിൽ ഉണ്ടായ ഒരു ഇൻസിഡന്റിനെ ആസ്പദമാക്കിയിട്ട് അതാണ് വൺ ലൈൻ. അത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. കുറച്ച് കുട്ടികൾ മിസ്സാവുന്നതിനെ പറ്റി ഒരു 27 കുട്ടികൾ മിസ്സാവുന്നുണ്ട്. അതിലൊരു 2 കുട്ടികളെ കഥ പറയുന്ന ഒരു ഞങ്ങളൊരു യാത്രയൊക്കെ പോയി ഇങ്ങനെ കണ്ടുപിടിക്കുന്ന ഒരു സിനിമയാണ്. അതാണ് കഥ. അപ്പൊ ഇത് A-rated മൂവിയാണ്. അപ്പം അതെന്താ അത്രയും അങ്ങനെ ചെറിയൊരു വയലൻസ് ഉണ്ട്, ചെറുതായിട്ട്. അപ്പൊ ഞാൻ ടിറ്റയിലേക്ക് അപ്പൊ അതിന് പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും പെർഫെക്റ്റ് ആയിട്ട് ചെറിയൊരു പേടി തോന്നുന്ന രീതിയിലുള്ള റോൾസ് ആണ് എല്ലാം. അത്രയും നന്നായിട്ട് കൈകാര്യം ചെയ്ത ആളാണ്. സോ ഇതിലെ ക്യാരക്ടറിനെ കുറിച്ച് ചെറുതായിട്ട് ബാക്കി നമ്മുടെ പ്രേക്ഷകർ കണ്ട് മനസ്സിലാക്കിക്കോട്ടെ. ടിറ്റോയുടെ ക്യാരക്ടർ എന്താണ്? അത് പടം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഞാൻ സെബാൻ എന്ന് പറഞ്ഞിട്ടൊരു ക്യാരക്ടറാണ്. സെബാനും ദേവയും കൂടി തമ്മിലുള്ള ഒരു സൗഹൃദത്തിൻ്റെ യാത്രകൾക്കിടയിൽ ഒരു ദൗത്യം ഏറ്റെടുക്കുന്നു. അതിനെ ചുറ്റിപ്പറ്റി യാത്ര പോകുന്നതൊക്കെയാണ് കഥാതന്തു. പ്രസക്തമായിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈയിടെയായിട്ട് ഒരുപാട് ചൈൽഡ് മിസ്സിങ് കേസുകൾ, ഒരുപാട് അറിയാലോ, ഒരുപാട് പ്രശ്നങ്ങൾ, നമ്മൾ പലതും പുറത്ത് പറയപ്പെടാത്ത ഒരുപാട് ഇഷ്യൂസ് കടന്നു പോകുന്നു. അപ്പോൾ അത് ഭയങ്കര റെലവൻ്റ് ആയിട്ട് തോന്നിപ്പോയി എനിക്ക് ഈ സബ്ജക്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ. 2 കുട്ടികളെ നമ്മളപ്പോഴാണ് പേഴ്സണലി ഇവരൊക്കെ എങ്ങനെയാണ് ഇവർ ദ്രോഹിക്കപ്പെടുന്നതും നമ്മൾ ഒറ്റപ്പെടുന്നതും അതൊക്കെ ഈ പടം കണ്ടപ്പോൾ എനിക്ക് കൃത്യമായിട്ട് മൊത്തത്തിൽ ഞങ്ങൾ പടം കണ്ടപ്പോൾ എനിക്ക് ഫീൽ ചെയ്തു. ഭയങ്കര ഒരു ഇൻസ്പിറേഷനായി പോയി. കാരണം നാളെ ഇനി ഒരിക്കലും ഒരു മക്കൾക്കും സംഭവിക്കാതിരിക്കട്ടെ ഇതേപോലുള്ള ദുരനുഭവങ്ങൾ. അങ്ങനെയൊക്കെ ഒരു ബേസ് ചെയ്തിട്ടുള്ള ഒരു മൂവിയാണ്, ഒരു ത്രില്ലർ ടൈപ്പ് മൂവിയാണ്. പിന്നെ എന്നെ കൊണ്ടൊക്കെ പറ്റാത്ത രീതിയിൽ പരമാവധി ചളിയൊക്കെ വരി കുത്തിയിട്ടുണ്ട്. അല്ല, അത് പറഞ്ഞാൽ മതി. പരമാവധി ചെയ്തിട്ടുണ്ട്. അല്ല, അത് ഒരു ക്യാരക്ടർ ചേഞ്ച് എന്നുള്ള രീതിയിൽ സ്ഥിരം എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പെർസ്പെക്റ്റീവിനെ ഇപ്പൊ നമ്മൾ ആദ്യം കണ്ട മൂവി തൊട്ടാണെങ്കിലും പിന്നെ ചെയ്ത ക്യാരക്ടേഴ്സിലെല്ലാം ഒരു നെഗറ്റീവ് ഷെയ്ഡ് ഉണ്ട്. അപ്പൊ ഇതില് നെഗറ്റീവ്, അതാ ഞാൻ ചോദിക്കുന്നത്, നെഗറ്റീവ് ആണോ എന്തെങ്കിലും സർപ്രൈസ് എലമെന്റ് ഉണ്ടോ? അത് പറയണ്ട. ഞാൻ ഒളിച്ചു വെക്കുന്നില്ല. പക്ഷെ ചിലപ്പോ ഒരു ചേഞ്ചസ് എനിക്ക് ഈ സിനിമ കൊണ്ട് ഉണ്ടായിരിക്കാം
എന്നാണ് വിശ്വസിക്കുന്നത്. അതും സംവിധായകനും വിശ്വസിക്കുന്നുണ്ട്, ഞാനും വിശ്വസിക്കുന്നുണ്ട്, എല്ലാവരും വിശ്വസിക്കുന്നുണ്ട്. നന്നായി ചെയ്തിട്ടുണ്ട് എല്ലാവരും. അപ്പം ആ ഒരു ക്വസ്റ്റ്യൻ കുറച്ച് കഴിഞ്ഞ് ചോദിക്കുന്നത് ഇപ്പോഴും ചോദിക്കാം. അതായത് ഇപ്പൊ നമ്മൾ അത്രയും നന്നായിട്ട് വില്ലൻ റോളുകൾ ചെയ്യുമ്പോൾ അങ്ങനെ അങ്ങ് ക്യാരക്ടറൈസ് ചെയ്യപ്പെടുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? തോന്നലല്ലേ, സത്യമാണ്, പരമസത്യം. എനിക്ക് മോത്തടിച്ച് പറയണതുണ്ട്. ഞാൻ നിഷാദിന്റെ ആദ്യത്തെ വർക്കിൽ ഞാനൊരു വില്ലനാണ്. പിന്നെയാണ് എനിക്ക് പ്രൊമോഷൻ കിട്ടിയത്. എൻ്റെ അഭിനയം കണ്ടിട്ട് പ്രൊമോഷൻ കിട്ടിയതാണ് ഹീറോ ആയിട്ട് ഞാൻ അതേ വർക്ക് ചെയ്തത്. അതിനുശേഷം ഞാൻ ഗോഡ്സ് ട്രാവൽ ചെയ്തു ഇതേ ഷെയ്ഡിൽ തന്നെയാണ് ക്യാരക്ടറൈസ് പോകുന്നത്. വില്ലൻ ക്യാരക്ടറിൽ നിന്ന് വന്ന കാരണം കൊണ്ട് അതിൽ നിന്ന് ബിൽഡ് ചെയ്തിട്ടാണ് ഞാൻ ഇന്ന് ഹീറോ എന്നുള്ള രീതിയിലേക്ക് എത്തിയത്. ഞാൻ കൊമേഡിയനായിട്ട് ഇപ്പോൾ അജഗജാന്തരത്തിൽ ഞാൻ കോമഡി വർക്ക് ചെയ്തു. മർഡോണയിൽ എനിക്ക് ഷെയ്ഡ്സ് വേറെയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഫസ്റ്റ് ഇംപ്രഷൻ കിടക്കുന്ന കാരണം കൊണ്ട് അതിനെ മാറ്റി ഇങ്ങനെ എന്താ പറയാ, കുറച്ച് മാറ്റിയാൽ തന്നെയാണ്. അല്ലെങ്കിൽ ആൾക്കാർ ചാൻസസ് കൂടുതലും ഒരുപാട് വന്നിട്ടുണ്ടാവല്ലോ വില്ലൻ റോൾസ്. അപ്പം ഇനിയിപ്പോ അങ്ങനെ ചെയ്യണ്ടെന്ന് വെച്ചിട്ട് ഒഴിവാക്കിയ നല്ല അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അല്ലെങ്കിൽ അങ്ങനെ ഒഴിവാക്കിയതിൽ വിഷമം തോന്നുന്ന റോൾസ് ഇല്ലല്ലോ. എനിക്ക് അങ്ങനെ ഞാൻ അഭിനയിക്കാത്തതിന്റെ പേരിൽ എനിക്ക് സങ്കടം തോന്നിയില്ല. കാരണം ഞാൻ ചെയ്യുന്ന പോലെ ചെയ്യാൻ ആരെ കൊണ്ട് പറ്റില്ല എന്നുള്ള എൻ്റെ കോൺഫിഡൻസ്. അതെന്തോ പറ്റില്ല. പക്ഷെ എന്നിരുന്നാലും ഒരുപാട് ക്യാരക്ടേഴ്സ് വിട്ടിട്ടുണ്ട്. കാരണം എനിക്ക് അതിനേക്കാളും ബെറ്റർ ഓപ്പർച്യൂണിറ്റീസ് എനിക്ക് ഇതിൻ്റെ ഇടയിൽ കിട്ടി. അപ്പം ഞാനത് ചെയ്തു വെച്ചേക്കാം. ഞാൻ എന്താ ചെയ്തതെന്ന് ആർക്കും അറിയില്ല. അപ്പം അത് ഇല്ല, നിങ്ങൾ ഞെട്ടാനുള്ള ഒരു ഇടയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ നമ്മളിപ്പം നോ പറയുമ്പോ ഇപ്പം വില്ലൻ റോൾസ് അത്യാവശ്യം നല്ല ബാനറുകളിൽ നിന്നൊക്കെ വരുമ്പോ നോ പറയുമ്പോ അത് പിന്നീട് നമ്മുടെ പ്രൊഫഷനെ എങ്ങനെയും അഫക്ട് ചെയ്യുന്ന ഒരു പേടി തോന്നാറുണ്ട്? ഇല്ല, പേടിയൊന്നുമില്ല. അങ്ങനെ അയ്യോ ചേച്ചി ഞാൻ ഒരു കാര്യം പറ്റില്ല. ഞാൻ ബേസിക്കലി ഒരു കാര്യം പറ്റില്ല. ഞാൻ ഈ ജോലിക്ക് വന്നത് ഞാൻ എൻ്റെ ചെറുപ്പം തൊട്ടുള്ള എഫേർട്ടും ഞാൻ പഠിച്ചിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പം എന്നെ ഇന്ന് ആരും സഹായിച്ചില്ലെങ്കിലും നാളെ എനിക്ക് എൻ്റേതായിട്ടുള്ള രീതിയിലേക്ക് എത്താൻ പറ്റുന്നുള്ള ചങ്കൂറ്റുറപ്പുള്ള കാരണം കൊണ്ടാണ് ഈ പരിപാടിക്ക് ഇറങ്ങിയത്. അതിൻ്റെ പേരിൽ ഒരു ആത്മാഭിമാനമോ അല്ലെങ്കിൽ ശരീരമായിട്ട് പണയം വെച്ചുകൊണ്ട് ഒരു കാര്യം നേടാൻ എനിക്ക് താല്പര്യമില്ല. അതെൻ്റെ ബേസിക് മൈൻഡ്. കോംപ്രമൈസ് ഇല്ല, അത് നമ്മൾ ചെയ്യുക. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതൊരു പാഷൻ്റെ പുറത്ത് മാത്രമായിട്ടല്ല. നമ്മൾ ലൈഫിൽ നമ്മൾ ചിന്തിക്കില്ല. നമുക്കൊരു പോയിന്റ് ഓഫ് ടൈമിൽ നമ്മൾ ചിന്തിക്കും എന്ത് വേണം, ലൈഫ് വേണം, കരിയർ വേണം. ലൈഫ് ഉണ്ടെങ്കിൽ കാശുണ്ടാവും, നമുക്ക് പടങ്ങളുണ്ടാവും, ഇഷ്ടംപോലെ ഉണ്ടാവും. പക്ഷെ കരിയർ വേണം. അത് നീ ഒരുപാട് സാക്രിഫൈസ് ചെയ്യേണ്ടി വരും, ഒരുപാട് വിഷമിക്കേണ്ടി വരും, ഒരുപാട് സങ്കടപ്പെടേണ്ടി വരും. ഞാൻ അന്ന് സങ്കടപ്പെട്ടതാണ് ഇന്നിരിക്കുന്ന ടിറ്റർ. അതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഇവർക്ക് അങ്ങനെ തന്നെയായിരിക്കും കേട്ടോ. ഇവരെല്ലാവരും ഇന്ന് എഫേർട്ട് എടുക്കുന്ന എഫേർട്ടാണ് നാളത്തെ നല്ല സൂപ്പർ നായികയും സൂപ്പർ ഹീറോ ഒക്കെ ആയിട്ട് വരാൻ പോണേ. അവിടെ ആ സമയത്ത് തന്നെ മൈൻഡ് ചെയ്യാണ്ടെങ്ങാനും പോയാണ്ടല്ലോ. അപ്പൊ ദേവസൂര്യയുടെ ഫസ്റ്റ് മൂവിയാണ്. സോ എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? ആദ്യത്തെ സിനിമ അതെന്ന് വെച്ചാൽ നമ്മള് മെയിനായിട്ടുള്ള പ്രത്യേകത വെച്ചാൽ നമ്മള് ഫോണിൽ ഷൂട്ട് ചെയ്തു. പിന്നെ സാധാരണ കണ്ടുവരുന്ന രീതിയിലുള്ള ഒരു ഷൂട്ടിങ് മെത്തേഡുകളൊന്നും അല്ല. അതാ ചോദിക്കാൻ പറ്റുന്നത്. അതായത് നിങ്ങൾക്ക് അതിലൊരു എക്സൈറ്റ്മെന്റ് ആയിരുന്നോ, ഡൗട്ട് ആയിരുന്നോ? അതായത് ഒരു ഫോണിൽ ഒരു സിനിമ ഔട്ട്പുട്ട് എങ്ങനെ ആയിരിക്കും, ഇത് വർക്ക് ആവുമോ? നമുക്ക് ചെറിയൊരു പേടി, നമ്മൾ ചെറിയ ഫോണിൽ കാണാൻ പറ്റില്ലല്ലോ വലിയ സ്ക്രീനിൽ തിയേറ്ററിൽ വരുമ്പോ. എന്നാലും തിയേറ്ററിൽ ഇങ്ങനെ ഒരു ഫോണിൽ ഷൂട്ട് ചെയ്ത സിനിമ ഇറങ്ങിയിട്ടില്ല. അപ്പൊ അതിനാണ് നമുക്ക് റെക്കോർഡ് കിട്ടിയിരിക്കുന്നത്. 80ഓളം റെക്കോർഡുകൾ നമ്മൾ അഭിനയിച്ച എല്ലാവർക്കും റെക്കോർഡ് ഉണ്ട്. ഫസ്റ്റ് എവർ മൂവി ഷോട്ട് ഇൻ ഐഫോൺ വിച്ച് ഈസ് എ തിയേറ്ററിക്കൽ. അതെ, അത് ഭയങ്കര വലിയൊരു എക്സ്പീരിയൻസ് ആണ്. ഞങ്ങളൊരു ചെറിയൊരു പ്രിവ്യൂ കാണുന്നവരെ ഞങ്ങൾക്ക് അതിന്റെ വലിയ ടെൻഷൻ ഉണ്ടായിരുന്നു. നിഷാദ് അതെല്ലാം കണ്ടു കഴിഞ്ഞതിന് ശേഷം എനിക്ക് നിന്നിട്ട് സാധിച്ചതോ അല്ല അത് അത്രയ്ക്കും നമ്മളെല്ലാവരും നമ്മളാകെ തകർന്നു പോയി. നമ്മൾ ക്യൂബിലൊക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്തൊക്കെ ഞങ്ങളെല്ലാവരും എന്തുണ്ടാവടോ ഞങ്ങൾ രാഗൻ തിയേറ്ററിൽ ഞങ്ങളെല്ലാവരും ഫാമിലി ആയിട്ട് ഞങ്ങളെല്ലാവരും പോയി ഇരുന്നിട്ട് ഫുൾ സ്ക്രീനിൽ ഞങ്ങളിട്ട് ദേവയൊക്കെ എറണാകുളത്തല്ലേ ഉണ്ട്, ഇവരൊക്കെ എല്ലാവരും എറണാകുളത്തുണ്ട്. പക്ഷെ ഞങ്ങൾ ഫസ്റ്റ് പോയിട്ട് ഞങ്ങൾക്ക് ഉറക്കം വരുന്നില്ലേ. ഞങ്ങളെല്ലാവരും വീട്ടിൽ ഒരുമിച്ച് കൂടും. ഞങ്ങളുടെ വീടൊക്കെ തൊട്ടടുത്താണ്. ഞങ്ങളെല്ലാവരും ഉറക്കമുളച്ചിരുന്നിട്ടേ എന്താവൂടാ. അങ്ങനെ ഞങ്ങൾ രാത്രിയൊക്കെ ഇരുന്നിട്ട് രാത്രി അമലെപ്പോഴാണ് രാത്രി 12-12:30 സമയത്ത് ഇരുന്ന് കാണണം. അപ്പം ഉണ്ടായ ഒരു ഹാപ്പിനെസ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ഒരു മൊബൈലിൽ ഒരു iPhone 15 Proയിൽ ഒരു സിനിമ ചെയ്ത് അതിന്റെ ഔട്ട് ഇറക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ചിന്തിക്കാൻ കൂടി പറ്റാത്തൊരു പ്രോസസ്സാണ്. നിങ്ങളോട് ചോദിക്കണമെന്നല്ല, കാരണം നമ്മൾ ഇപ്പോഴാണെങ്കിൽ എല്ലാവരും ഏറ്റവും അഡ്വാൻസ്ഡ് അല്ലേ ക്യാമറ ഉപയോഗിച്ച് അത്രയും ഒരു ബിഗ് ബഡ്ജറ്റിലൊക്കെ മൂവീസ് ഇങ്ങനത്തെ ഒരു ഇപ്പം ഇത് കുറച്ച് വയലൻസ് ഉണ്ടെന്ന് നിങ്ങൾ തന്നെ പറഞ്ഞു. അത്രയും ഒരു കുറെ ട്രാവൽ ചെയ്ത് കുറെ ഏരിയ കവർ ചെയ്തൊരു മൂവി അതൊരു ഫോണിലാവുമ്പോ നിങ്ങൾക്കാണെങ്കിലും അത്ര എഫേർട്ട് ഇട്ട് ഔട്ട്പുട്ട് എങ്ങനെ ആയിരിക്കും ഒരു ആശങ്ക ഉണ്ടാവില്ല? ഇല്ല, നമ്മൾ ഓൾറെഡി ടെക്നിക്കലി എല്ലാവരും പരിപാടി പഠിച്ചിട്ടാണ് എല്ലാവരും ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു ഗുണം ഉണ്ടായിട്ടുള്ള ഒരു പോസിബിലിറ്റി വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ വെക്കുന്ന ഒരു സിമിലർ ഷോട്ട്സിനേക്കാളും ഡിഫറെൻ്റ് ആംഗിൾസുകളും ഒരുപാട് മൂവ്മെൻറ്റ് ഷോട്ട്സുകളും എക്സ്പെരിമെൻ്റലായിട്ട് ഹാൻഡിൽ ചെയ്ത് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും.
ഷോർട്സുകളിൽ നമ്മൾ കാണാത്ത കുറേ ഒരുപാട് ഷോർട്സുകൾ ഓൾറെഡി നിഷാദിൻ്റെ മേക്കിംഗ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രയാംഗുലൈസ്ഡ് സബ്ജക്റ്റുകളും ഒരു ട്രാൻസിഷൻ മൂവ്മെൻറ്റ്സുകളാണ് ആളുടെ ഒരു മേക്കിംഗ് സ്റ്റൈൽ. അപ്പോൾ അത് വർക്കാവുന്നുള്ളത് കാരണം ആളുടെ കൂടെ വർക്ക് ചെയ്ത എക്സ്പീരിയൻസുകൾ എനിക്കൊരു എക്സ്പീരിയൻസ് ഉള്ളതിനോണ്ടാണ് ഡൗട്ടില്ലാതെ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റിയത്. പിന്നെ ഒരു സംവിധായകനെ ട്രസ്റ്റ് ചെയ്യാന്നതിൽ മേലേക്ക് എന്താണ് ഞാൻ ചെയ്യേണ്ടത്? ഞാൻ എന്ന ആർട്ടിസ്റ്റ് ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം അത് ഇവരായാലും ഞാനായാലും ആര് തന്നെയാണെങ്കിലും നമുക്ക് മുന്നിലുള്ള കപ്പിത്താൻ വിശ്വസിച്ചില്ലെങ്കിൽ പിന്നെ കപ്പിൽ മുങ്ങി പോവില്ല. അല്ല അതിപ്പോൾ ആളുടെ അത്ര കോൺഫിഡൻസും നമ്മൾ തമ്മിലുള്ള സൗഹൃദവും അതൊക്കെയാണ്. സെറ്റ് മൊത്തത്തിൽ നിങ്ങൾ കംഫർട്ടബിൾ ആയിരുന്നല്ലേ? പിന്നെ ഞങ്ങൾ പോണ സമയത്ത് ഇവരുള്ള സമയത്ത് നമ്മൾ ഉണ്ടായിരുന്നില്ല കേട്ടോ. നമ്മള് നാട്ടിലൊന്നും ഷൂട്ട് ചെയ്ത് നമ്മള് ഒരുവിധം ബാംഗ്ലൂര്, കോലാർ, ചെന്നൈ, ഹൈദരാബാദ് ഇവിടെയൊക്കെ പോയിട്ടൊന്ന് ഷൂട്ട് ചെയ്ത് വന്നു. കുറെ കവർ ചെയ്ത് വന്നു. അപ്പൊ അക്കെ നമ്മളിങ്ങനെ 10-20 പേര് എപ്പോഴും ഒരുമിച്ചുണ്ടാവും. റൂം എടുക്കും. നമ്മളിങ്ങനെ ഒരു ട്രിപ്പ് പോകേണ്ട ഒരു ഞങ്ങൾ ഉറക്കത്തിൽ നിന്ന് ഇരുന്നേക്കും വാ ഷൂട്ട് ഉണ്ട് വാ പോകുന്നു കണ്ണടക്കുന്നതിനാണ്. ആ കാരണം വെച്ച് കഴിഞ്ഞാൽ ഞങ്ങക്ക് ഒരു ഏതാണ്ട് കുറെ ഫുട്ടേജ് നമ്മുടെ അല്ലേ ഒരുപാട് ഫുട്ടേജ് ഞങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ മിസ്സായിക്ക് പോയി. പക്ഷെ ആ ടൈം എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങള് NH-ലൊക്കെ തണുത്ത് തകിട്ട് പൊടിയാവും. പുലർച്ചയ്ക്ക് പോയി നിന്നിട്ട് അവിടെ ഇരുന്നിട്ട് നമ്മൾ പെർഫോം ചെയ്തായിരുന്നു. നല്ല നമ്മുടെ കൂടെ ഒരു കുഞ്ഞ് ഒരു ഉണ്ണിയും കൂടി ഉണ്ട്, അവരും ഉണ്ടായിരുന്നു. എല്ലാവരും നന്നായിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു എക്സ്പീരിയൻസ് ആണ്. ഞാനൊക്കെ ആദ്യമായിട്ടാണ് ഒരു ട്രാവൽ മൂവി എന്നൊക്കെ പറഞ്ഞൊരു കൺസെപ്റ്റിൽ ഞാൻ പറയുന്നത്. ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. അപ്പം ഇത് റിയൽ ലൈഫ് അതായത് നടന്ന സംഭവമാണല്ലോ. അപ്പം ഈ കുറച്ച് സെൻസിറ്റീവ് ടോപ്പിക് ആയിരിക്കും നിങ്ങൾ ഡിസ്കസ് ചെയ്തത്. അപ്പം ഈ ഇതിലൂടെ കടന്നുപോയ ആളുകളെ നിങ്ങൾ പേഴ്സണലി മീറ്റ് അങ്ങനത്തെ എന്തെങ്കിലും സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നോ? അതോ ഇല്ല ഡയറക്ടർ പറഞ്ഞ അങ്ങനത്തെ നിങ്ങൾ ചെയ്യുമായിരുന്നു? ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻലി നമുക്കെല്ലാവർക്കും ഇപ്പം നമ്മുടെ ഒരു സുഹൃത്തുതേ ഇവർക്ക് നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവുന്നത് നമ്മൾ അടുത്തിരുന്ന് നമ്മളത് കാണുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ഇമോഷണലി നമുക്ക് ബ്രേക്ക് ആവും. നമ്മുടെ ഏറ്റവും നല്ല സുഹൃത്തിന് ഇങ്ങനെ പറ്റാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബ്രേക്ക് ആവില്ല. അതേപോലെ തന്നെ ഈ ഒരു സബ്ജക്റ്റ് ഫേസ് ചെയ്ത സമയത്ത് നമുക്കത് തന്നെ ഫീൽ ചെയ്യും. നമ്മൾ പഠനം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളൊരു ഒരു സീനിലൊരു ഡയലോഗ് പറഞ്ഞത് ഇതേപോലെ ഒരുപാട് പേരുണ്ടാവും, അവർക്ക് എല്ലാവർക്കും ഇതേപോലെ ഓരോ കഥ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു സീൻ പെർഫോം ചെയ്യും. അത് അപ്പം ഇംപ്രൈസ് ചെയ്തതാണ്. കാരണം നമ്മളിങ്ങനെ കഥ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പറയണം അങ്ങനെ ഒരു സീൻ എടുക്കണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വണ്ടി നിർത്തി അപ്പം തന്നെ ഷൂട്ട് ചെയ്ത സീനാണ്. അത് ആ ഡയലോഗ് വേണ്ട പടത്തിൽ എന്ന് പറഞ്ഞിട്ട്. എല്ലാവർക്കും ഓരോ കഥകളുണ്ടാവും, പക്ഷേ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലടാ. കാരണം നമ്മളും അതേപോലത്തെ ഒരു ജോലിയുടെ ഇടയിൽ കൂടെ പോകുന്ന ആൾക്കാരൊക്കെയാണ്. പക്ഷെ അത് നമുക്ക് പുറമേ നിന്ന് നോക്കി കാണുമ്പോൾ എപ്പോഴും സങ്കടം തന്നെയാണ്. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ പറയാൻ പാടില്ലാത്തതാണ് FC5 എന്തോരം അല്ലേ. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. നമുക്ക് വേണ്ടപ്പെട്ട പല ആൾക്കാരും അതിൽ. അപ്പോൾ അതാണ് നല്ലൊരു നമുക്കറിയാലോ ഞാൻ എന്താ പറയാതിനെ കുറിച്ച്. കുറച്ച് അണ്ടർസ്റ്റുഡാണ് നമ്മൾ പറഞ്ഞ കാര്യം, പക്ഷെ റെലവൻ്റ് ആണ്. നമ്മളിപ്പോൾ പറയപ്പെടേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പം ഈ ഒരു മൂവി ഇപ്പം A-rated മൂവി എന്ന് പറയുമ്പോൾ കുറച്ച് വയലൻസും കാര്യങ്ങളും ഉണ്ടെന്ന് പറഞ്ഞു. എന്നാലും നമ്മുടെ ഓഡിയൻസ് അതായത് ഇപ്പം കുട്ടികൾ മിസ്സിങ് ആവുന്ന ഇപ്പം പേരൻസ് അല്ലെങ്കിൽ ഏത് ഗ്രൂപ്പ് ഓഫ് ഓഡിയൻസ് ആയിരിക്കും ഇത് കൂടുതൽ സ്വീകരിക്കുന്നത്? നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അങ്ങനെ ഓഡിയൻസിനെ സ്വീകരിക്കുന്ന കാര്യം ഒരു പറയും ഇവരാണ് ഇതിന്റെ നെടുന്നുണ്ട്. എല്ലാ ടൈപ്പ് ഓഫ് കാറ്റഗറി ആയിട്ടുള്ള ആൾക്കാർക്കും കാണാം. കാരണം ഇതിൽ ഇമോഷൻ ഉണ്ട്, വയലൻസ് ഉണ്ട്, കുട്ടികളായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് ഫാമിലിക്കും കയറാം. ചില മൂവി ഇറങ്ങും പറയത്തില്ലേ പേരൻസ് ഉറപ്പായിട്ടും കണ്ടിരിക്കണം, അങ്ങനത്തെ ഒരു കണ്ടന്റ് ഉണ്ടോ? ഇത് നമ്മൾ അത് ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ സ്റ്റോറി ഇരിക്കുന്നത്. അപ്പൊ കുട്ടികൾ മിസ്സാവുന്നതും അതിനെ പറ്റിയും. ഇപ്പൊ 1000-ഓളം പിള്ളേര് മിസ്സായത് 27 പിള്ളേര് നമ്മളിപ്പോഴും തിരിച്ച് കിട്ടിയിട്ടില്ല. 27 എന്ന് പറഞ്ഞാൽ ചെറിയൊരു നമ്പർ അല്ല. അപ്പൊ അത് സീരിയസ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണ്. എന്നാ കുറെ ഒരുവിധം ആൾക്കാരൊക്കെ നമ്മൾ കുട്ടികളൊക്കെ തിരിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് മിസ്സായവരെ. പക്ഷെ എന്നാലും ഈ ഒരു സംഖ്യ ഉള്ള കുട്ടികൾ ഇപ്പോഴും മിസ്സിംഗ് ആണ്. അപ്പൊ അതിനെ കുറിച്ചൊരു അവയർനെസ് ഒക്കെ ഉള്ളത് പാരന്റ്സിനൊക്കെ കാണുന്നതൊക്കെ നല്ലത് തന്നെയാണ്. ദേവസൂര്യ എങ്ങനെയാണ് ഈ മൂവിയിലേക്ക് എത്തുന്നത്? എങ്ങനെയാണ് ഈ ഒരു പ്രോജക്റ്റിലേക്ക്? ഞാന് സത്യം പറഞ്ഞ ഷാജിഖാനെ കുറച്ച് മുന്നേ ചെറിയ കണ്ടന്റുകൾ വെബ് സീരീസ് പരിപാടികളൊക്കെ ആയിട്ട് അങ്ങനെ സത്യം പറഞ്ഞ പുള്ളിക്കാരനായിട്ട് നമ്മൾ മീറ്റ് ചെയ്യണം. അപ്പൊ പുള്ളിക്കാരൻ ഇങ്ങനൊരു ഐഡിയ പറഞ്ഞ ഇങ്ങനൊരു സംഭവം നമുക്ക് ചെയ്താലും കുറച്ച് റിസ്ക് ആണ്, കുറച്ചധികം റിസ്ക് ആണ്, എന്നാലും ഫുൾ ഓഫ് ചെയ്തെടുക്കാം. ഓക്കെ ശരിയാക്കാം എന്നൊക്കെ പറഞ്ഞ എല്ലാവരും ഇപ്പൊ നിഷാദ് മാത്രമല്ല ഇപ്പൊ എല്ലാവരും ഇപ്പൊ ഡയറക്ടർ ആണെങ്കിൽ ഡയറക്ടറുടെ പണി മാത്രമല്ല ചെയ്യണം. ഇപ്പൊ ഞങ്ങൾ അഭിനയിക്കുന്ന ആൾക്കാർക്ക് അഭിനയം മാത്രമല്ല ചെയ്യണേ. എല്ലാം ഇപ്പൊ എല്ലാ പരിപാടിയും ഞങ്ങളുടെ
ഞങ്ങളെല്ലാവരും യാത്ര പോകുന്ന കാരണം കൊണ്ട് വളരെ മിനിമൽ യൂണിറ്റ് വെച്ചിട്ടാണ് ഞങ്ങൾ പോയത്. ഇപ്പം നമുക്ക് ആർക്കും ഇപ്പം സ്ഥിരം ഒരു പരിപാടിയില്ല. നിങ്ങൾ അഭിനയിച്ച് കണ്ടറിഞ്ഞ് ചെയ്യുക എന്നുള്ളത്. ഞാൻ അഭിനയിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ തൊട്ടപ്പുറത്ത് പോയിട്ട് പോകട്ടണോ സ്മോക്ക് കേട്ട് ഒരു കുടുംബം പോലെയാണ്. അങ്ങനെ ഫ്രീഡം കിട്ടുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ മൂവിയോട് നമ്മൾ അറ്റാച്ച്ഡ് ആവും. അറ്റാച്ച്ഡ് ഫ്രീ ആയിട്ട് നമുക്ക് അഭിനയിക്കാനും ഒക്കെ എല്ലാവരും കുടുംബം പോലെയാണ്. ഞാനിപ്പോ നമ്മളിപ്പോ അഭിനയം മാത്രമല്ല എല്ലാ പണിയും ചെയ്ത പ്രൊഡ്യൂസർ അച്ഛനാണ്. അയ്യോ മുരളിയുടെ കാര്യം പറയണ്ട. അയ്യോ അമ്മച്ചൻ ചെയ്യാത്ത ഒരു എല്ലാം പുള്ളിക്കാരൻ തന്നെ ചെയ്ത് എല്ലാത്തിലും ഹാൻഡിൽ ആളുടെ ദേവയുടെ അമ്മ ഒരു ദിവസം ഞങ്ങക്ക് ബാംഗ്ലൂർ വെച്ചൊരു ബിരിയാണി ഉണ്ടാക്കിയാന്ന്. ഞാൻ മോനെ മറക്കില്ല. ഒരുപാട് മെമ്മറീസ് അല്ലേ? കാരണം നമ്മളിങ്ങനെ ട്രാവൽ ചെയ്ത് തീർച്ചയായിട്ടും ഇതിന് ഞങ്ങൾ പറയാൻ വെച്ചാൽ ബിഹൈൻഡ് സീൻസുകൾ കുറവാണെങ്കിലും ഞങ്ങളുടെ ഉള്ളിൽ ഞങ്ങൾക്ക് പറയാൻ ഒരുപാട് കഥകളുണ്ട്. അതാണ് ഈ പടത്തിന്റെ ബിഹൈൻഡ് സീൻസ്. കാരണം വെച്ചാൽ ഞങ്ങളുടെ എക്സ്പീരിയൻസ് എല്ലാവരും ചിന്തിക്കാൻ യൂണിറ്റ് വരുന്നു, വലിയ ക്യാമറാസുകൾ വരുന്നു, വലിയ ടെക്നീഷ്യന്മാരുകൾ വരുന്നു, ഒരു സിനിമയുടേതായിട്ടുള്ളൊരു ബഹളം തിക്കും തിരക്കും. അങ്ങനെ നമുക്ക് അങ്ങനെയാണ്. ഞങ്ങൾ സൈലന്റ് ആയിട്ട് പോകുന്നു, സൈലന്റ് ആയിട്ട് പോയി ഷൂട്ട് ചെയ്യുന്നു, തിരിച്ചു വരുന്നു. എടുക്കുക നമ്മൾ അത് ഓൾറെഡി പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇംപ്രൂവൈസ് ചെയ്തുകൊണ്ടിരിക്കുക, സീനിൽ ഇങ്ങനെ ഇംപ്രൂവൈസ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ നമ്മുടെ അടുത്ത് ഡയറക്ടർ ഓട്ടോമാറ്റിക്കലി എന്താണ് ഒന്ന് അപ്പൊ നമുക്കിങ്ങനെ ചെയ്യാം. അപ്പൊ ദേവരോട് ചോദിക്കും, ദേവ ഒരു സീൻ അതങ്ങനെ പറഞ്ഞു റെഡിയാണ്. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു സ്പേസ് ഉണ്ടായിരുന്നല്ലോ. ഇപ്പം ഞാൻ അതൊന്നും ചോദിക്കണല്ലോ. ഇപ്പം ഡയറക്ടറിന് കൃത്യമായിട്ടൊരു പ്ലാൻ ഉണ്ടാവും. പക്ഷെ ഇപ്പൊ നിങ്ങൾക്ക് തോന്നിയ നിങ്ങളത് ഇംപ്രൂവൈസ് ചെയ്ത് കഴിഞ്ഞിട്ടാണോ അത് ചോദിക്കും, ഇങ്ങനെ ചെയ്തോട്ടേന്ന് ചോദിക്കും, അത് ആ സീനിൽ നാച്ചുറലി വരുവാണെങ്കിൽ അങ്ങനെ ചെയ്തങ്ങ് പോകുമോ? ഇല്ല, നമ്മൾ ചെയ്യുന്നത് കണ്ടിട്ട് അവന് ഇഷ്ടപ്പെട്ടില്ല അവൻ പറയാൻ ശരിയായില്ല. അവർ ട്രാക്ക് ഉദ്ദേശിച്ചിട്ടുണ്ട്. അതായത് ഈ ട്രാക്കിനെ വിട്ടിട്ട് നമ്മള് ഇപ്പൊ ആര് പെർഫോം ചെയ്താലും പറയും ട്രാക്ക് കഴിഞ്ഞാടാ അത് വേണ്ട, ഇതിന്റെ മേലേക്ക് വേറെ പിടിക്കാം, അല്ലെങ്കിൽ ഇതല്ലടാ ഇതല്ലാണ്ട് ഈ ട്രാക്കിയോട് പിടിക്കാം പറയാം. ഫ്രീഡം ഉണ്ടെന്ന്. നമ്മൾ ബാംഗ്ലൂർ ഒരു സ്ഥലത്ത് ഷൂട്ട് ചെയ്യാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ കാലത്ത് എഴുന്നിട്ട് ഭക്ഷണം കഴിക്കാൻ പോയപ്പോ അവിടെ നടക്കുന്നത് എന്താ ഫ്ലാഗ് ഡേ എന്ന് പറഞ്ഞ ഒരു ദിവസം ഞങ്ങൾ ഇരുന്ന് നിഷാദ് ഫ്ലാഗ് ഡേ നടക്കും, നമുക്ക് ഷൂട്ട് കിട്ടാലോ. അതിൻ്റെ ഉള്ളിൽ ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്ന സമയത്താണ് അങ്കമാലി ഡയറീസിൽ ജോളി മാസ്റ്ററിന്റെ മകനെ മരിച്ചുപോയി സാറ്, ഫൈറ്റ് മാസ്റ്റർ, ആളുടെ മകനെ ഞങ്ങളോട് കണ്ട്. ഞങ്ങൾ ഷൂട്ടിന്റെ ഇടയിൽ ഞങ്ങൾ ഫൈറ്റൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതും അവിടെ വലിയ ഫംഗ്ഷനാണ് അവിടുത്തെ, അല്ലേ കേരളപ്പിറവി പോലെ അവിടെ നടക്കണം. കുറച്ചു നേരം ഷൂട്ട് തുടങ്ങി കഴിഞ്ഞ് എന്നെ മനസ്സിലായി അവൻ പരിചയപ്പെടുത്തി സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അവൻ്റെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ ഇവിടെ നിന്ന് ഇപ്പൊ പോകുന്നതായിരിക്കും നല്ലത്, ഇല്ലെങ്കിൽ ഇവിടെ നടിക്കിട്ടും. വണ്ണടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കയ്യിൽ ഒരെണ്ണം ഈ വണ്ണൊക്കെയാണ് അവരുടെ കൈ. അപ്പൊ പക്ഷെ ഞങ്ങൾക്ക് അന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റിയ ആ ഒരു മൊമെന്റ് പിന്നെ ഇനിയിപ്പോ ആര് സെറ്റ് ഇട്ടാ പോലും കിട്ടൂല. അത്ര ഇതോ ഈ പടം കൊണ്ട് ഒരൊറ്റ പ്രത്യേകത എന്ത്, ഇനി ആര് ഫോൺ കൊണ്ട് പുറത്ത് വെക്കരുത്, അപ്പൊ കിട്ടും. അത് അത്രയും നല്ല എക്സ്പീരിയൻസും അത് നിങ്ങൾക്ക് മേക്കിംഗ് നിഷാദിന്റെ തിയേറ്റർ എക്സ്പീരിയൻസിനാണ്. കാരണം ഞാൻ അത്യാവശ്യം നല്ല ഡയറക്ടേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടാണ്. കാരണം അതിലും വിട്ടൊരു എക്സ്പെരിമെന്റ് ചെയ്യാനും അതിൻ്റെ ഒരു മൈൻഡ് ആസ് എ ഡയറക്ടർ എന്നുള്ള രീതിയിൽ അങ്ങനെ ഞാൻ അത് ലിജോ ചാറിനെ പോലും ചെയ്തിട്ടില്ല. പക്ഷെ അവനെ എൻ്റെ സുഹൃത്തായതുകൊണ്ട് മാത്രമല്ല, പക്ഷെ ഞാൻ കണ്ട എക്സ്പീരിയൻസ് ചെയ്തതിൽ ഈസ് ബ്രില്യൻറ്റ് പേഴ്സൺ ഡയറക്ടർ. ഇപ്പം നമ്മള് പറഞ്ഞിട്ട് LJP എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് അല്ലേ, അപ്പം അങ്ങനെ ഒരാളുടെ മൂവി കൂടെയാ വരുന്നത്. അപ്പൊ അത് എത്രത്തോളം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അത് നമ്മൾ പറഞ്ഞല്ലോ. അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അങ്ങനത്തെ ഒരു ബ്രേക്ക് കിട്ടിയത് കൊണ്ട് എനിക്ക് കുറെ അവസരങ്ങൾ വരുന്നുണ്ടെന്ന് ഫീൽ ചെയ്തിട്ടുണ്ട്? ഇല്ല, ഒരിക്കലും ഇല്ല. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമ നന്നായാൽ മാത്രമാണ് സംവിധായകനായാലും നടനായാലും ആർക്കും തന്നെ ബെനിഫിറ്റ് ഉണ്ടാവും. അങ്കമാലി ഡയറീസ് നന്നായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ക്രാഫ്റ്റിനോടുള്ള വിശ്വാസം മുൻനിർത്തിക്കൊണ്ട് പറയാനാണ്. അദ്ദേഹം ചെയ്ത സിനിമ എക്കാലത്തെയും മികച്ച സിനിമ ആയതുകൊണ്ട് മാത്രമാണ്. LJP എന്നുള്ള ബ്രാൻഡല്ല, ആ സിനിമയാണ് LJPയെ ബ്രാൻഡാക്കുന്നത്. നമ്മൾ ചെയ്യുന്ന ക്രാഫ്റ്റാണ് നമ്മളാരാണെന്നുള്ളത് നമ്മൾ വിലയിരുത്തും. ഞാൻ ഒരിക്കലും ലിജോ ചേട്ടൻ ഒരിക്കലും ഞാൻ LJP എന്ന് പറഞ്ഞ നടക്കില്ല. ഞാൻ ഇന്ന സിനിമ ചെയ്ത സംവിധായകനാണ്. വളരെ പരിചയപ്പെട്ടുണ്ടോ? അടിപൊളി പേഴ്സണാണ്, നല്ല രസമാണ്, സെറ്റിലൊക്കെ നല്ല കൂൾ പേഴ്സണാണ്. ഒരിക്കലും അങ്ങനത്തെ ഒരു ഇതിലല്ല. പക്ഷേ ആ സിനിമ ചെയ്ത എൻ്റെ ബ്രാൻഡിലാണ്. എനിക്ക് ലിജോ ചേട്ടൻ വഴിയായിട്ട് ഞാൻ വർക്കുകൾ ഇഷ്ടംപോലെ ചെയ്യുന്നുണ്ട്.
ഈ ബ്രാൻഡിന്റെ പുറത്തല്ല, അത് സ്നേഹത്തിന്റെ പുറത്താണ് എനിക്ക് വർക്കുകൾ കിട്ടുന്നത്. അയാള് നമ്മള് ചെയ്ത് വെച്ച് ചെയ്തു വെച്ച ആൾക്ക് ഞാനൊരു ആ ട്രസ്റ്റിന്റെ പുറത്ത് ആളൊരു പെറ്റാണ് ഞാൻ. ആളെ ഏറ്റവും കൂടുതൽ പിടിച്ച് കിഴക്കുന്ന ഒരുത്തൻ ഞാനാണ്. ആള് ഞങ്ങള് അങ്കമാലി ഡേയ്സ് കഴിഞ്ഞിട്ട് എൻ്റെ സെക്കൻഡ് വർക്ക് തൈക്കുടം ബ്രിഡ്ജിന്റെ ഇൻസൈഡ് ഓഫ് മൈ ഹെഡ് എന്ന് പറഞ്ഞിട്ട് ആൻ അഗസ്റ്റിൻ പ്രൊഡ്യൂസ് ചെയ്ത് സുഹിതേട്ടനാണ് എൻ്റെ DOP. ലിജോ ചേട്ടനാണ് കൺസെപ്റ്റ് ചെയ്തിട്ട്. ഞാൻ പ്രവീൺ, അഞ്ചരക്കള്ളക്കോക്കാനിലൊക്കെ പ്രവീൺ, ഞാൻ തമിഴിലെ ഒരു ആക്ടർ ദീപക്, അങ്ങനെയാണ് ഒരു ആൽബം ചെയ്തത്. അതാണ് ഞാൻ ലിജോന്റെ സെക്കൻഡ് വർക്ക് ഞാൻ ചെയ്തത്. പിന്നെ അതിന് ശേഷം ഞാൻ വർക്ക് ചെയ്തിട്ടില്ല. വരുമെന്ന് വിചാരിക്കുന്നു. നല്ലത് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നല്ലത് ചെയ്യട്ടെ, ഒരു സ്വാഗ് ഉണ്ടാവട്ടെ. തീർച്ചയായിട്ടും. അന്നയിലേക്ക് വരാം. എങ്ങനെയാണ് ഈ സിനിമയിലേക്ക് ഫസ്റ്റ് മൂവി അല്ലേ, എങ്ങനെയാണ് ഈ മൂവിയിലേക്ക് എത്തുന്നത്? അത് വളരെ അപ്രതീക്ഷിതമായിട്ട് വന്നൊരു സംഭവം. അത് എന്താ പറയാ, ഒരു ചെറിയൊരു ഷൂട്ട് നടക്കുന്ന ഒരു ലൊക്കേഷൻ ഉണ്ട്. ഷോർട്ട് ഫിലിം പോലെ ഇങ്ങനെ നടക്കുന്നിടത്തുനിന്ന് ഇങ്ങനെ സ്റ്റിജോ ചേട്ടൻ ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ഒരു ചാൻസ് ഉണ്ട്, എങ്ങനെയാ നോക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. സിനിമയാണെന്ന് പറഞ്ഞപ്പോൾ ഫസ്റ്റായിട്ട് അങ്ങനെ വരും, എനിക്കറിയത്തില്ല, ഒന്നും അറിയില്ല. സിനിമയാണോ? എവിടെയാ? അന്നേരം പറഞ്ഞു ഇങ്ങനെ ഒരാൾ കോണ്ടാക്ട് ചെയ്ത് സംസാരിക്കും പറയുമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിക്കുന്നത് ഇങ്ങനെ സിനിമയിലേക്കൊക്കെ വിളിക്കുക, അങ്ങനെ ഓഡിഷൻ ഒന്നും ഇല്ല, സെലക്ട് ആയിട്ടും ഇല്ല, എന്നിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുക. അങ്ങനെ സംസാരിച്ചു. എനിക്ക് ഭയങ്കര ഡൗട്ടാ, അത് ഇപ്പോഴാണേലും അത് ഇക്കടുത്ത് എനിക്ക് സംശയങ്ങൾ തീരത്തില്ല. അതങ്ങനെ അങ്ങനെ ചോദിച്ചോണ്ടിരിക്കും. ഓരോരോ ഡൗട്ട് ചോദിക്കുമ്പോൾ ഒക്കെ അത് ക്ലിയർ ചെയ്ത് തരുന്നു. എനിക്ക് എന്നിട്ട് അറിയത്തില്ല. അങ്ങനെ ഞാൻ മനസ്സിലാക്കുന്ന സിനിമയിൽ വിളിക്കാൻ വലിയ ക്യാമറ സംഭവം ഇതൊക്കെ അങ്ങനെയൊക്കെയാണ് മൈൻഡിലുള്ളത്. എന്നിട്ട് എന്താ അങ്ങോട്ട് അത് നിങ്ങൾ മൊബൈല് കളിയൊക്കെ വേണ്ടി ഇല്ല ഇത് എന്നെ വിളിച്ച് സംസാരിച്ചപ്പോ ഓഡിഷൻ ഒന്നും വേണ്ട, ഇല്ല ഇടുക്കിക്കാരി സംസാരിക്കണം. അപ്പൊ ചുമ്മാ കാഷ്വലായിട്ട് സംസാരിക്കും. ഞാൻ എങ്ങനെ മറുപടി പറയുന്നത് അപ്പൊ ചോദിക്കുമ്പോ ഞാൻ എന്റെ രീതിയിൽ അങ്ങനെ തന്നെ പറയാം. അന്നേരം നീയാ വരുവാ ഷൂട്ട്, നമുക്ക് ഡേറ്റ് ഫിക്സ് ആക്കാം, ഇവിടെ ഷൂട്ട് ചെയ്യാൻ പോവാം. അന്ന ഇടുക്കി അപ്പൊ അങ്ങനെ എന്തെങ്കിലും ആ ഒരു റീജിയൻ സ്ലാങ് അങ്ങനെ വല്ല നോക്കിയിട്ടാണോ അതോ? അതാ പറഞ്ഞ അവർക്കൊരു ഇടുക്കിക്കാരി അത് നായകൻ കഷ്ടപ്പെട്ട് തൃശ്ശൂരിന്ന് വണ്ടി കയറിയിട്ട് ഇടുക്കി പോയിട്ടാണ്. അപ്പൊ അങ്ങനെ സംസാരിച്ച് ഓക്കെ ആയിട്ട് തോന്നി. അപ്പൊ ഞാൻ ഇങ്ങനെ അമ്മയും കൂടി സിനിമയിൽ അഭിനയിക്കാൻ പോവാ. സിനിമയിൽ അഭിനയിക്കാൻ പോയി ലൊക്കേഷൻ ഒക്കെ പറഞ്ഞു തന്നു. അവിടെ വന്ന് ഇങ്ങനെ രണ്ടുപേരിങ്ങനെ ബസ് സ്റ്റോപ്പിൽ ഇരിപ്പുണ്ട്. അറിയത്തില്ലല്ലോ ആടെ എന്താ ഒന്നും അറിയില്ല. ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെ ഇരിക്കുക. അന്നേരം ഇത്ര ഇങ്ങനെ ഞാൻ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അന്നേരം അവിടെ രണ്ടുപേരുണ്ട്. അപ്പൊ ഞാൻ നോക്കും ദേവിയും സ്പോട്ടും കൂടി ഇരിക്കുക. വിളിക്കാൻ പറ്റും അതെ ഇങ്ങനെ കുടിരാനായിട്ട് പയ്യന്മാരൊക്കെ ആയിരിക്കും, ഇഷ്ടം പോലെ പേര് കാണുമല്ലോ, ആൾക്കാരൊക്കെ കാണുമല്ലോ. അപ്പൊ അങ്ങനെ വിളിച്ചോണ്ട് വരുവാ. അങ്ങനെ വിളിച്ച് അവിടെ എത്തി ഇങ്ങനെ സംസാരിച്ചു കഴിഞ്ഞപ്പോ നായകനാ. അപ്പൊ ഞാനിങ്ങനെ സംസാരിക്കും. അന്ന് ക്യാമറ ഒന്നുമില്ല, അപ്പൊ വേറെ സ്ഥലത്തൊക്കെ ആയിരിക്കും. ഇപ്പൊ ഇങ്ങനെ കുറച്ചു പേർക്ക് കൂടുന്നൊക്കെ അങ്ങനെ സമയം എടുക്കുമല്ലോ, സിനിമയാണല്ലോ. അപ്പൊ ഇങ്ങനെ എല്ലാം പറഞ്ഞ് ഇങ്ങനെ കോസ്റ്റ്യൂം എല്ലാം സെറ്റ് ആക്കി ഡയലോഗുകൾക്ക് ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ സംസാരിക്കാം. അതായത് ഞാനും ഇവൻ തമ്മിലുള്ള കോൺവെർസേഷൻ എങ്ങനെയാ വരുന്നതൊക്കെ ഇങ്ങനെ സംസാരിക്കാം. അപ്പൊ ഇങ്ങനെ ഫസ്റ്റ് ഷോട്ട് എടുക്കാനായിട്ട് പോവാന്ന് പറഞ്ഞാൽ ഞങ്ങള് കുറച്ചുപേരുണ്ട്, കുറച്ചുപേര് വേറെ കുറച്ച് ആൾക്കാര്. ഏതോ ലൊക്കേഷൻ ചെന്നു, ക്യാമറ ഒന്നും കാണുന്നില്ല, ഒന്നുമില്ല. ഇതാണ് ക്യാമറ, സിനിമയാണ്, ഡയലോഗാണ്, ഇങ്ങനെ കളിക്കുക. അപ്പൊ ഞാൻ ഇങ്ങനെ വണ്ടറിക്കാം, എനിക്ക് ചോദിക്കുന്നത് ശരിയല്ല, എനിക്ക് ചിലപ്പോ എങ്ങനെയായിരിക്കും സിനിമ, എനിക്കൊന്നും അറിയില്ല, ഒന്നും ചോദിക്കാൻ പോലും പറ്റുന്നില്ല. അപ്പൊ അവിടെ എങ്ങനെ ഷൂട്ട് ചെയ്യുക, കറക്റ്റ് അന്നേരം പറയുന്ന സ്പോട്ടിൽ പറയുന്ന ഡയലോഗ് അത് എന്റെ ഒരു സ്ലാങ്ങിലേക്ക് ആക്കുന്നു, അങ്ങനെ സംസാരിക്കുന്നു. ആ ഒരു രീതിയിലേക്ക് ഫുൾ അങ്ങനെ കൂളായിട്ട് പോയിക്കോ. പിന്നെ ഇവരിങ്ങനെ പറയുന്ന കാര്യങ്ങൾ ഞാൻ ഇങ്ങനെ കേട്ടിരിക്കുക. കാരണം ഇവരിങ്ങനെ അനുഭവിച്ച സ്ട്രഗിളോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഞാൻ ഒന്നും കണ്ടിട്ടില്ല. ഞങ്ങള് മൊത്തം ഷൂട്ട് ചെയ്തിട്ട് വന്നിട്ടാണ് നമ്മള് ഫാമിലി പോർഷൻസ് ഷൂട്ട് ചെയ്തത്. എന്റെ കയ്യിലും ദേവയുടെ കയ്യിലും ഒക്കെ നമ്മള് എല്ലാം കഴിഞ്ഞു വന്നതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്നൊക്കെ എത്തുമ്പോഴേക്കൊക്കെ ദേവയൊക്കെ കറുത്ത് കരുവടിച്ചിട്ട് ഇപ്പോഴാണ് അവ ഫെയർ തിരിച്ചു പിടിച്ചാണ്. അവിടെയൊക്കെ നട്ടപ്പുറത്തൊക്കെ വെയില്, അയ്യോ. അതിനൊക്കെ എല്ലാ ശേഷം നമ്മള് ഒരാഴ്ച 2 ആഴ്ച ഗ്യാപ്പ് ഇട്ടിട്ടാണ് നമ്മള് ഇടുക്കിയിൽ ഇവരെ ഷൂട്ട് പോയത്. തൃശ്ശൂര് നമ്മുടെ പോർഷൻസ് ഷൂട്ട് ചെയ്തു. എനിക്ക് അവിടെ വന്ന പക്ഷെ ഭയങ്കര രസമായിരുന്നു. ഭയങ്കര രസം എന്ന് പറഞ്ഞാൽ എല്ലാവരുമായിട്ട് വേഗം കമ്പനി, വളരെ കുറച്ച് ആൾക്കാരെ ഉള്ളൂ. ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു, ഫോമൽ എക്സ്പീരിയൻസ് അല്ലല്ലോ, അതുകൊണ്ട് തന്നെ നമുക്ക് ബെസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവുമല്ലോ. അതായത് എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവ് ആയിട്ട് നിന്ന് ഇങ്ങനെ കാര്യങ്ങളെല്ലാം പറയാൻ. അതായത്
കാണിക്കുന്നത് തെറ്റാണെങ്കിൽ അങ്ങനെ അതിനകത്ത് ഫീലിങ്സ് ഒന്നും ഇല്ല. അത് പറയുന്നത് മോശമാണെങ്കിൽ മോശം, നല്ലതാണെങ്കിൽ നല്ലത്, ഇനി എടുക്കണം അങ്ങനെ എടുത്തെടുത്തേ പോവായിരുന്നു. അപ്പൊ ഞാൻ വളരെ കുറച്ച് ഇക്കനെ കണ്ടിട്ടുണ്ട്, ദേവനെ കണ്ടിട്ടുണ്ട്, സ്പോട്ടിനെ കണ്ടിട്ടുണ്ട്, പിന്നെ കുറച്ച് ഫാമിലി മെമ്പേഴ്സിന് ഇത്രയും കണ്ടിട്ടുണ്ട്. വേറെ ആരും ഞാൻ കണ്ടിട്ടില്ല. ഇവിടെ വന്നു കഴിയുമ്പോഴാണ് ഇങ്ങനെ ആൾക്കാരൊക്കെ ഉണ്ട് ഇങ്ങനെ പരിചയപ്പെടുന്നതും കാണുന്നതും സംസാരിക്കുന്നതും ഒക്കെ. ടിറ്റോ അങ്ങനെ നിങ്ങൾക്ക് അങ്ങനെ സീൻസ് ഒന്നും ഇല്ല? ഇല്ല. നമുക്ക് ഇങ്ങനെ അവിടെ ഷൂട്ട് നടക്കണമെന്ന് അറിയാം, അവിടെ പോകുന്നുണ്ട്. അപ്പൊ നമുക്കിവിടെ ഓൾറെഡി വേറെ പരിപാടി നടക്കുന്നു. അപ്പൊ അങ്ങനെ ഇവരെ ഷൂട്ട് ഞാൻ പടത്തില് ഇനിയിപ്പൊ ഞാൻ ഇറങ്ങി കഴിഞ്ഞ് കണ്ടപ്പോ ഇപ്പഴേ പരിചയമില്ല. അല്ല ക്യാരക്ടർ, അതായത് ഒരുപാടൊന്നും പറയണ്ട, സസ്പെൻസ് അങ്ങനെ വെച്ചു. എന്നാലും എന്താണ് റോൾ? ഒരു പാവക്കുട്ടിയാണോ അതോ ബോൾഡ് ക്യാരക്ടർ ആണോ? എന്താണ് ആദ്യത്തെ റോൾ? എങ്ങനെയാ ചെയ്തത്? ബോൾഡ് ക്യാരക്ടറാണ്. ഞാൻ കണ്ടെങ്കിൽ ബോൾഡ് ക്യാരക്ടർ. ബോൾഡ് നായികൻ നമ്മൾ കൊടുക്കുവാണെങ്കിൽ ക്യൂട്ട് ആൻഡ് ബോൾഡ്. എനിക്ക് ചെലവ് തന്നെ നമുക്ക് അറിയാലോ, സസ്പെൻസ് കളയുന്നില്ല. അപ്പൊ ഇനി അടുത്ത ചോദിക്കാനുള്ളത്, നമ്മള് ഇപ്പം കുറെ പുതുമുഖ ആൾക്കാർക്ക് ഒരുപാട് അവസരം കൊടുത്തിട്ടുണ്ട്. അത് പർപ്പസ്ഫുള്ളി ചെയ്തതാണോ അതോ അല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് കുറെ ഫെമിലിയർ ആയിട്ടുള്ള ഫേസസ് വെച്ച് വേണമെങ്കിൽ? ഇല്ല. അത് അതില് ഒരു നമ്മൾ ഓൾറെഡി എല്ലാവരും വർക്ക് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി വർക്ക് ചെയ്തിട്ടുള്ള ആക്ടേഴ്സ് തന്നെയാണ് വീണ്ടും വർക്ക് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ ഞങ്ങൾക്ക് സംബന്ധിച്ചിടത്തോളം ദേവ നമുക്കൊരു പുതിയൊരു ഗസ്റ്റ് ആയിരുന്നു. ദേവ ഞങ്ങളുടെ അടുത്ത് പെട്ടെന്ന് സിങ്കായി. ഞങ്ങൾക്ക് അങ്ങനെ ഒരു പുതുമുഖങ്ങളൊന്നോ അങ്ങനെയുള്ള ഒരു ഫീൽ. ഇപ്പൊ ഞാൻ ഇന്നാണ് ആളെ ഞാൻ കാണുന്നത്, ഞങ്ങൾ ഇത്ര കമ്പനി ആയിട്ടുള്ള സംസാരിക്കുന്നു. ഞങ്ങൾക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല. എല്ലാവരും ഒരു കുടുംബത്തില് എങ്ങനെയൊക്കെയാണോ എല്ലാവരും തലൂടുണ്ടാവും, കണക്കുണ്ടാവും, വർത്താനം പറയും, എന്നിട്ട് വീണ്ടും വന്ന് വിളിച്ച് സോൾവ് ചെയ്ത് വീണ്ടും എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഇതിൽ കുറെ വയലൻസ്, ഫൈറ്റ് സീൻസ് ഒക്കെ ഉണ്ടോ? ഫൈറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഫൈറ്റ് സീൻസ് ഉണ്ടല്ലോ, അപ്പൊ അതിന് വേണ്ടിട്ട് എന്തെങ്കിലും പ്രിപ്പറേഷൻസോ? കാലിലേറ്റ് ദേവ 4 പുഷപ്പും 5 പുള്ളപ്പും അടിക്കുന്നത് ഞാൻ പഠിച്ചിട്ടൊന്നുമില്ല. അപ്പൊ നമുക്കെന്ന് വെച്ചാ അതൊരു ഇതാണ്, മര്യാദ ചെയ്യണം, പോകാൻ പാടില്ല. ഇല്ല, നമുക്ക് ഫൈറ്റ് എപ്പോഴും റിസ്ക് തന്നെയാണ്. അമ്മലിന് ഒരുപാട് പരിക്കും. ഞാൻ അങ്കമാലി തൊട്ട് ഇന്ന് വരെ എനിക്കൊരു ഡ്യൂട്ടി ഞാൻ കണ്ടിട്ടില്ല. ഒരടി എനിക്ക് മിസ്സായില്ല. അതായത് ദേവരുടെ അടുത്ത് ഞാൻ ഈ പടം കഴിഞ്ഞ് അല്ലാതെ മിക്സിങ് അല്ല ഇവിടെ സ്റ്റുഡിയോയില് കഴിഞ്ഞ് പടം കഴിഞ്ഞിട്ട് ഞങ്ങള് ദേവരുടെ അടുത്ത് കാറിൽ നിന്ന് ഞാൻ പറഞ്ഞു, ആദ്യമായിട്ടാടാ ഒരു പടം കഴിഞ്ഞിട്ട് സമാധാനത്തോടെ ഇരിക്കുന്നത്, ഹോസ്പിറ്റലിൽ പോകാണ്ട് സമാധാനമായിട്ടിരിക്കുന്ന ഒരു പടം. അല്ല, അത് ഡ്യൂപ്പ് ചെയ്യാറുണ്ട്, ഡ്യൂപ്പ് ചെയ്യണമെങ്കിൽ ചെയ്യാം. പക്ഷെ നമ്മൾ അതിന്റെ എനിക്ക് കിട്ടുന്ന കഥാപാത്രങ്ങൾ അങ്ങനത്തെ അല്ലാത്തതുകൊണ്ടും ഇച്ചിരി എഫേർട്ട് ഉള്ളത് കൊണ്ടും നമ്മളത് ചെയ്യുന്ന കാരണം കൊണ്ടും വളരെയധികം ദുരുപയോഗിക്കുന്നുണ്ട്. അല്ല, ഇപ്പൊ അങ്കമാലിക്ക് നടക്കുന്ന സമയത്ത് നല്ല എല്ലാവർക്കും വരുന്നുണ്ട്. പണ്ടത്തെ പോലത്തെ ഒരു ഫൈറ്റിംഗ് പാറ്റേൺ ഒന്നല്ല ഇപ്പൊ പോയിട്ടുണ്ട്. റിസ്ക് ഉണ്ട്. ഇതൊരു റിയലിസ്റ്റിക് പടങ്ങളിലൂടെ, റിയലിസ്റ്റിക് ഫാക്ടറി, പക്ഷെ എന്നാലും അങ്ങനത്തെ ഒരു മൂവീസ് പോകുന്നതിന്റെ ഇടയിൽ ഇങ്ങനെയൊക്കെ സംഭവങ്ങളുണ്ടാവും, പരിക്കുകളുണ്ടാവും. സ്വാഭാവികം, സിനിമയ്ക്ക് വേണ്ടിയിട്ടില്ലേ. അപ്പൊ ഒരു കാര്യം ചോദിക്കാനുള്ളത്, നമ്മള് നേരത്തെ സിനിമ ഒക്കെ കാണുന്ന സാധാരണ ഒരു ഓഡിയൻസിന് തോന്നുന്നില്ല, പണ്ട് കുറച്ചുകൂടെ സിനിമയിലേക്ക് എത്തിപ്പെടാൻ കുറച്ചുകൂടെ പാടായിരുന്നു. ഇപ്പൊ പക്ഷെ നമ്മളിപ്പം ഇറങ്ങുന്ന സിനിമകളിൽ എല്ലാ സിനിമകളിലും 1% പുതുമുഖം ആൾക്കാർക്ക്, പുതുമുഖമായിട്ട് വരുന്ന ആളുകൾക്ക് അവസരങ്ങൾ കിട്ടുന്നുണ്ട്. അപ്പം നിങ്ങളുടെ ഒക്കെ എക്സ്പീരിയൻസ് ശരിക്കും നമുക്ക് പുറത്തുനിന്ന് തോന്നുമ്പോൾ ഇങ്ങനെയാണ്, പണ്ടത്തേനെക്കാട്ടി ഇപ്പൊ കുറച്ചുകൂടി ഈസി ആയി തോന്നുന്നുണ്ട്. പക്ഷെ ശരിക്കും അങ്ങനെയാണോ അതോ നിങ്ങൾക്ക് അങ്ങനത്തെ സ്ട്രഗിൾ ഫീൽ ചെയ്തിട്ടുണ്ട്? ഇപ്പോഴും ആ ഒരു സ്ട്രഗിൾ ഉണ്ടോ? നമുക്ക് നല്ല ക്യാരക്ടേഴ്സിലേക്ക് അല്ലെങ്കിൽ നല്ലൊരു ടീമിലേക്ക് എത്തിപ്പെടാൻ ആ ഒരു സ്ട്രഗിൾ ഇപ്പോഴും ഉണ്ടോ? എല്ലാവരും ഇപ്പൊ പല പല പ്ലാറ്റ്ഫോംസ് ഉണ്ടല്ലോ, പണ്ടത്തെ പോലെ അല്ല. നമ്മുടെ സ്കിൽ എന്താന്ന് കാണിക്കാനായിട്ട് ഇപ്പൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടത്തെ പോലെ ഒന്നുമില്ല. എല്ലാം ഇല്ല, എന്തോരം മാർഗങ്ങളുണ്ട്. നമ്മുടെ കയ്യിലിരിക്കുന്ന സംഭവം ആൾക്കാരെ കാണിക്കാനായിട്ട് ഒരുപാട് മാർഗങ്ങൾ തോന്നുന്നുണ്ട്. അതുവഴി കുറച്ച് ചിലപ്പോ ഒന്നുകൂടി പണ്ടത്തേക്കാളും ഈസിയർ ആയിട്ടുണ്ടാവും. പെട്ടെന്ന് ഒരു ബ്രേക്ക് കിട്ടാൻ കുറച്ചുകൂടി ഈസിയാണ്. അതെ,
കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എത്ര പേര് ഇപ്പം സോഷ്യൽ മീഡിയയിൽ വർക്ക് ചെയ്താർന്ന ഭൂരിഭാഗം ആൾക്കാർ ഇന്ന് സിനിമയിലാണ്. അതിലും വലിയ അവരെ എല്ലാവരും ഓഡിഷൻ ചെയ്തിട്ടാണ് വിളിച്ചോളുന്നത്. അവരുടെ ഹാർഡ് വർക്കിൽ അവരെ എഫേർട്ട് ചെയ്ത് അവർ വന്നിരിക്കുന്നു അല്ലേ. നമ്മുടെ പടത്തിന്റെ കൂടെ റിലീസ് ചെയ്യാൻ പോകുന്ന വാഴ നമ്മൾ ഒരുമിച്ച് 3-ാം തീയതി അല്ലേ അവരൊക്കെ ഈ സോഷ്യൽ മീഡിയയിൽ നിന്നല്ലേ ഇത്ര കാശ് എത്ര നാളത്തെ ഞാൻ എല്ലാ അവരെ ഇത് കാണാറുള്ളതാണ്. റീൽസുകളായാലും അവരൊക്കെ എന്തോ എഫേർട്ട് ചെയ്തിട്ടാണ്. പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് എന്താ പറയാ വല്ലാണ്ട് മിസ്യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആ മിസ്യൂസിങ് ഇച്ചിരി കുറഞ്ഞിട്ടുണ്ട്. പണ്ടുള്ള മിസ്യൂസിങ്ങുകളിൽ നിന്ന് കുറച്ച് കുറവ് ഇപ്പൊ സംഭവിച്ചിട്ടുണ്ട്. കാരണം നിന്റെ കയ്യില് അതിനുള്ള ആളുണ്ടോ, നീ നല്ല രീതിയിലാണെങ്കിൽ നിനക്ക് ഇതിന്റെ ഉള്ളിൽ നിന്നൊന്നും പോവാം. അതായത് സിനിമ എല്ലാം കൂടി എല്ലാ ടൈപ്പിലുള്ള കൂടിച്ചേരലുകളാണ് സിനിമ. അപ്പൊ അതിന്റെ ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ ശ്രദ്ധിച്ചും കണ്ടൊക്കെ എല്ലാ പുതുമുഖങ്ങളും കയറി വരാം, എല്ലാവരും അറിഞ്ഞിരിക്കാം. ഇപ്പോഴും സിനിമ എന്ന് പറയുന്ന ഒരു മോഹമായിട്ട് കൊണ്ട് നടക്കുന്ന ആളുകളുണ്ട്. ഇപ്പൊ ഒരുപാട് ഇപ്പൊ പറഞ്ഞ റീൽസ്, ഇപ്പൊ ഇൻസ്റ്റാഗ്രാം ഒരു വലിയൊരു മീഡിയ ആണല്ലോ നമ്മുടെ കഴിവുകളാണ്. പക്ഷെ എന്നാൽ പോലും ചിലപ്പം ആ ഒരു ഇതിലേക്ക് എത്താതെ ഈ ഒരു പാഷനായിട്ട് നടക്കുന്നവർക്ക് അവരോട് എങ്ങനെ എന്താ പറയാ, ട്രൈ ചെയ്യാതെ നടക്കില്ല. നിങ്ങൾക്ക് നടക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഓക്കെ, അപ്പോ നമ്മുടെ പകിടകളി എന്ന് പറയുന്ന മൂവി നിങ്ങള് ഒരുപാട് എൻജോയ് ചെയ്തെങ്കിലും അതേപോലെ സ്ട്രഗിളും ഉണ്ടെന്ന് നമുക്ക് ഈ സ്റ്റോറി പറയുമ്പോൾ തന്നെ അറിയാം. ഒരുപാട് ട്രാവൽ ചെയ്തു, പിന്നെ കുറെ ഇടയ്ക്ക് എന്തോ ഷോർട്സ് ഒക്കെ മിസ്സായി പോയി എന്നൊക്കെ പറഞ്ഞില്ല. അപ്പം അതിൻ്റെതായ സ്ട്രഗിളും നിങ്ങൾ എടുത്തിട്ടുണ്ടെന്ന് എനിക്കറിയാം. അപ്പോ ഇതിന്റെ ഒരു റിസൾട്ട് നമുക്ക് തിയേറ്ററിൽ കിട്ടട്ടെ. ഏപ്രിലില് ഇത് എല്ലാവരും റിലീസ് ഡേയില് അല്ലെങ്കിൽ ആ ഒരു വീക്കെൻഡിൽ തന്നെ എല്ലാവരും തിയേറ്റർ വാച്ച് ആണല്ലോ, തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യണം. എന്നാലും അതിന്റെ നമ്മള് എഫേർട്ട് എടുത്തതിന്റെ പേരിൽ പറയല്ല, എന്റെ എക്സ്പീരിയൻസ് വെച്ച് പറയാണ്. നിങ്ങൾ ധൈര്യമായിട്ട് തിയേറ്ററിൽ പോയിട്ട് ഒരു വട്ടെങ്കിലും കുറ്റം പറയാനെങ്കിലും കയറി വന്ന് കാണണം. അതിന് മസ്റ്റായിട്ട് വരണം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് സർപ്രൈസുകളുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ തിയേറ്ററിലേക്ക് എത്താൻ. അപ്പൊ നമ്മുടെ ഓഡിയൻസിനോട് അതൊന്ന് പറഞ്ഞത് എന്തുകൊണ്ട് പകിടകളി കാണാൻ ഞങ്ങൾ തിയേറ്ററിൽ വരണം. അല്ല, അതൊരു ഫാക്ടർ തന്നെയാണ്. ഇപ്പൊ ഫോണിലെടുത്ത് എങ്ങനെ വരുന്നത് നിങ്ങൾക്ക് അറിയണല്ലോ. എനിക്ക് ആ ഒരു എക്സൈറ്റ്മെന്റ് അത് ഇത് നിങ്ങളുടെ ഈ ഒരു മൂവിയെ പറ്റി കേട്ടപ്പോ തന്നെ ഞാൻ അതാ ചോദിച്ചു. ആദ്യം ആ പോയിന്റ് ചോദിക്കാനാ വെച്ചത്, ഫോണിൽ വരുമ്പോ എങ്ങനെ ഇത് ബിഗ് സ്ക്രീനിൽ ഇത് എന്താവും, അല്ലെങ്കിൽ സൗണ്ട് ക്വാളിറ്റി അല്ലേ, എഡിറ്റ് ചെയ്ത് നമുക്ക് സൗണ്ട് ടെക്നിക്കൽ സൈഡൊന്നും നമുക്ക് പ്രശ്നമില്ല. നമുക്ക് ആ കൂടി അടിക്കുന്ന ഒരു പ്രോസസ്സ് വിഷ്വലാണ്. അവിടെയാണ് നമുക്ക് ഇച്ചിരി ഒരു ടഫ് പ്രോസസ്സ് കിടക്കുന്നത്. അതിനെ നമ്മൾ ബ്രേക്ക് ചെയ്തു. സൗണ്ടിലല്ല ബാക്കിയുള്ള നമുക്ക് പ്രശ്നമില്ല. കാരണം നമുക്ക് നല്ല ടെക്നീഷ്യന്മാരെ നമ്മള് വിഷ്വല് മാത്രമേ നമ്മൾ കുറച്ച് ഉള്ള രീതിയിൽ നമ്മളൊരു എക്സ്പെരിമെന്റ് രീതിയിൽ നമ്മൾ കണ്ടിട്ടുള്ളൂ. ബാക്കി എല്ലാ ടെക്നീഷ്യന്മാരും എല്ലാവരും അടിപൊളിയാണ്, ഒരു എക്സ്പീരിയൻസ്ഡ് ആൾക്കാരാണ്. നമ്മളിതൊരു എക്സ്പീരിയൻസ് സംഭവമാണ്. അത് കൂടാതെ ഒരു സ്റ്റേറ്റ്മെന്റും കൂടിയാണ് അതൊക്കെ മുന്നോട്ട് വെക്കുന്നത്. നമുക്ക് ഇങ്ങനെയും ചെയ്യാം, ഒരുപാട് പേർക്ക് ഒരു ഇൻസ്പിറേഷൻ ആവും എന്നാണ് നമുക്ക്. അത് തീർച്ചയായിട്ടും. കാരണം ഇപ്പൊ ചില ആൾക്കാരൊക്കെ ഇപ്പൊ സിനിമയ്ക്ക് വേണ്ടിട്ട് ഇപ്പം ചേച്ചിനെ പറഞ്ഞല്ല ഒരുപാട് എഫേർട്ട് എടുക്കുന്നു. അവരുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ വെച്ചിട്ട് അവരുടെ ഒരു കൂട്ടായ്മയിൽ അവർക്ക് അത് ചെയ്യാം. അതെ, ആ സിനിമാ മോഹികൾക്ക് ഒരു മോട്ടിവേഷനും കൂടിയാണ്. പക്ഷെ അതിന്റെ റിസ്ക് ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാളും മേലേക്ക് ആയിരിക്കും. കാരണം ഞങ്ങൾ അത്രയും അത് പറഞ്ഞിട്ടല്ല, ഞങ്ങൾ അത് അത്രയും ഫേസ് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിനെ ഇറങ്ങിത്തിരിക്കും. അത് ഞങ്ങളുടെ അത് ഇവന്റെ കയ്യിൽ ഞങ്ങളിങ്ങനെ പോയോണ്ടിരിക്കണം. അപ്പൊ നമ്മുടെ ഒരു രീതി എടുക്കാന്ന് പറയുമ്പോ അവിടെ ഇറങ്ങി എടുക്കണം. കാരണം വേറെ ഒന്നുമില്ല, ക്യാമറ സെറ്റ് ചെയ്ത് ചെന്നിട്ട് സാധനം പോക്കറ്റ് വെച്ചാൽ സംഭവം. പിന്നെ ലൈറ്റും കാര്യങ്ങളൊക്കെ മരൊക്കെ ഓടി സെറ്റ് ചെയ്ത് ഒക്കെ സെറ്റ് ചെയ്ത് വെക്കും. ഞങ്ങളിങ്ങനെ കാറിങ്ങനെ പോയിട്ടിരിക്കുക. അപ്പൊ നമ്മുടെ ഒരു പോയിട്ടിരിക്കുക. അപ്പൊ ഈ KGF, കോളാർ ഇറങ്ങി തിരിച്ചു നമ്മൾ ഉദ്ദേശിച്ച KGF ഒന്നല്ല, അപ്പൊ സ്ഥലത്തിന്റെ പേര് KGF, കോളാർ ഗോൾഫീൽഡ്. അപ്പൊ അവിടെ നമ്മളിങ്ങനെ കുറച്ചിങ്ങനെ ഉള്ളിൽ പോയിട്ട് കുറച്ച് നല്ല ഉള്ളിൽ പോയിട്ടുള്ള ഒരു ഗ്രാമം. നമ്മളവിടെ പണ്ടൊക്കെ ഉള്ള മറ്റൊരു ഗ്രാമൊക്കെയാണ്. എന്നാൽ നല്ല ആൾക്കാര്, നല്ല കർഷകര്, കൃഷിക്കാര്, ഇങ്ങനെ ഓടിച്ചു. ഞാൻ തന്നെ ഓടിക്കുന്നില്ല, വണ്ടി ഓടിച്ചോണ്ടിരിക്കും. അപ്പൊ നിഷാദൊക്കെ എല്ലാവരും വണ്ടിയിലൊരു 8 പേര് ഉണ്ട് ഇന്ന് വേണ്ടി. അപ്പൊ അവിടെ ഒരു ആട്ടിൻകൂട്ടം, ഒരു അമ്മാമ, അതിലൊരു അവരൊക്കെ ഇറങ്ങി നിഷാദൊക്കെ ഇറങ്ങി ഓടിച്ചെന്ന് കാറിലവിടെ വന്നു.
ഇതിന്റെ ഇടയ്ക്കിടയ്ക്ക് കൂടെ അപ്പൊ ആട്ടിൻകൂട്ടത്തിന്റെ ഇടയ്ക്ക് കൂടെ നല്ല ഷോട്ടാണ് ഓടിച്ചു വന്നത്. അതും അത്രേ ഒരു ഏരിയ ഉള്ളിലേക്ക് വരികയാണ്. അങ്ങനത്തെ ഒരു കാറ്റഗറി ആൾക്കാരാണ്. അപ്പൊ അവരുടെ അടുത്ത് നമ്മളിങ്ങനെ പോയ വഴിക്ക് എന്റെ കഷ്ടത്തിൽ ഒരു ആട് കയറി വണ്ടിയുടെ മുന്നിൽ കയറി കൈ കൂടെ കയറി. അല്ല വേറെ ഒന്നും പറ്റുന്നില്ല, ജസ്റ്റ് ഒന്ന് തട്ടി. പറ്റിയത് നമുക്കാണുള്ളത്. നാട്ടുകാർ പിടിച്ചെടുത്തി പിന്നെ എല്ലാവരും കൂടി പിന്നെ അവര് പറയാനൊന്നും ജസ്റ്റ് ഒന്ന് തട്ടിയാടാ, അത് സുഖമായിട്ട് പോയി. അവരും പോയി, അവരുടെ അമ്മാമി കൊണ്ടുവന്ന അമ്മാമിയും പോയി. പക്ഷെ നാട്ടുകാർ പോയില്ല. നാട്ടുകാർ പിടിച്ചെടുത്തി. കാശ് അടച്ചിട്ട് ഞങ്ങൾ ഇറങ്ങി പോകുന്നു. അല്ല അതങ്ങനെ അതും എക്സ്പീരിയൻസ് ആണ്. അതുപോലെ ഞങ്ങൾക്ക് വേണ്ടിട്ട് പ്രശ്നം അറിയോ, ഞങ്ങള് പറയണ ഭാഷ അവർക്കും അല്ല അത് ഞങ്ങൾക്ക് പല സ്ഥലത്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഞങ്ങള് ബാംഗ്ലൂർ നമ്മൾ ചെന്ന സമയത്ത് നമുക്ക് വേണ്ടിയിട്ട് ഒരു സ്ട്രീറ്റ് മുഴുവൻ ഉറങ്ങാതെ രാത്രി ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി കാവലിരുന്നു. ഷൂട്ട് ചെയ്യാൻ പല ആൾക്കാരും പ്രശ്നം നടക്കാൻ വന്ന ആ നാട്ടിലുള്ള എല്ലാ ആൾക്കാരും കൂടിയിട്ട് നമ്മളെ അവര് ഇനി ഇവിടുന്ന് ഷൂട്ട് ചെയ്തിട്ട് പോകുള്ളൂ, നിങ്ങൾ ഒരാൾ തൊടൂല എന്നൊക്കെ പറഞ്ഞ നാട്ടുകാർ മുഴുവൻ കൂടി സ്ട്രീറ്റ് മുഴുവൻ വീട്ടിൽ. അല്ല നമ്മൾ പല എല്ലാ രീതിയിലുള്ള എക്സ്പീരിയൻസ് കിട്ടി, പോസിറ്റീവും നെഗറ്റീവും. പിന്നെ അതേപോലെ തന്നെ നോൺ ആക്ടേഴ്സ് ആണ് പെർമിഷൻ ചോദിക്കേണ്ട അങ്ങനെ അതുണ്ട്. അതില്ല, നമ്മളിപ്പോ എടുത്ത എല്ലാ സ്ഥലങ്ങളിലും ചില സ്ഥലങ്ങളിൽ പെർമിഷൻ എടുക്കുന്നോട് നമ്മൾ പെർമിഷൻ എടുക്കണം. പെർമിഷൻ എടുക്കാൻ ആവശ്യമില്ലാത്ത സ്ഥലങ്ങളിൽ എല്ലായിടത്തും പെർമിഷൻ എടുക്കേണ്ട ആവശ്യമില്ല. അതാ ഞാൻ പറഞ്ഞത്, ഈ പടറങ്ങിയ പ്രശ്നം തീരും. അല്ല അത് ഈ തീരുന്ന് പറഞ്ഞതിന്റെ മെയിൻ കാരണം അതാണ്. കാരണം അത്രയും ഗംഭീരമായിട്ടാണ് അയാൾ സംവിധാനം ചെയ്തത്. ഒരാള് മിസ്സില്ല, എല്ലാവരും അഭിനയിച്ചിട്ടുണ്ട്, ഒരാള് മിസ്സായിട്ടില്ല. എല്ലാരും പുതിയതായിട്ട് നോൺ ആക്ടേഴ്സിന് ഒരുപാട് പേരെ പരിചയപ്പെട്ടു. ഒരിക്കലും പ്രതീക്ഷിക്കില്ല നമ്മളൊരാളുടെ എന്നൊക്കെ ഒരു യാദൃശ്യമായിട്ട് അണ്ണ എനിക്ക് ഒരു ചാൻസ് കൊടുക്കണേ ഞാൻ പണിக்கிறேன் அப்படின்னு சொல்லிட்டு അവര് വന്നിട്ട് അവര് അഭിനയിച്ചു. എന്ത് രസമായിട്ട് കേട്ടോ. ഞാനപ്പോ ഇവിടെയുള്ള ആൾക്കാരൊക്കെ എടുത്ത് തൂരകളെ ഗംഭീര ഞാൻ ഒരു കാര്യം പറയട്ടെ, അവര് നമ്മള് പറഞ്ഞ സിനിമ ഷൂട്ടിംഗ് ആണ്, അയാൾ കാണുന്ന മൊബൈലിൽ ഷൂട്ട് ചെയ്തോണ്ടിരിക്കും. പക്ഷെ അയാൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ അവസരത്തെ നിരാകരിക്കാം. പക്ഷെ അയാൾ അതുപോലും നിരാകരിച്ചില്ല. ഞാനൊക്കെ വായ്പ കൊടുക്കേണ്ടതാ. എന്നിട്ട് അയാൾ അത് ആ ഷൂട്ട് കഴിഞ്ഞിട്ട് പറയാണ് ഭാര്യനെ വിളിച്ചിട്ട്, നീ ഇവളോ നാളെ കനവ് കാത്തിട്ട് എന്താ എന്തോ വിഷയത്തെ ഞാൻ സാധിച്ചിട്ടുണ്ട്, ഞാൻ സിനിമ നടിച്ചിട്ട് അങ്ങനെ പറഞ്ഞിട്ടാണ് അവർ പോകുന്നത്. ഭയങ്കര സന്തോഷം. കാരണം ഒരുപാട് പേരുടെ ഇമോഷൻസ്. പിന്നെ ഞാനും കുറെ ഗ്യാപ്പ് ഇട്ടതിന് ശേഷമാണ് അഭിനയിക്കുന്നത്. അപ്പൊ എനിക്ക് ഈ സിറ്റുവേഷൻ കാണുമ്പോൾ എനിക്ക് എന്റെ കണ്ടെത്തുന്ന സങ്കടം, സന്തോഷമാണ്. ഒരുപാട് നല്ല ആൾക്കാരെ ഇവരൊക്കെ പരിചയപ്പെടാൻ പറ്റിയില്ല. ഏതിലും ഒരു ഭാഗ്യം തിരിക്കുന്നു. ശരിക്കും ഒരു ഫാമിലി പോലെ അല്ലെങ്കിൽ ഒരു മൂവി കഴിയുമ്പോൾ അത് ആ ഒരു ക്രൂവിനെ മിസ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് തന്നെ ഒരു സക്സസ് ആണ് അല്ലേ. നമുക്ക് അത്രയും നന്നായിട്ട് ചെയ്യാൻ പറ്റി എന്നുള്ളത് തന്നെയാണ് അതിന്റെ. അപ്പോ ഇതാണ് എന്റെ കൂടെ ഉണ്ടായിരുന്ന നമ്മുടെ പകിടകളിയുടെ ടീം. അപ്പം അവർ പറഞ്ഞ കഥകളിൽ നിന്ന് തന്നെ ഞാൻ ആ മൂവി കാണാൻ എക്സൈറ്റഡ് ആണ്. അപ്പം നിങ്ങളും ഉറപ്പായിട്ടും ഏപ്രിലിൽ ഇത് തിയേറ്ററിൽ പോയി തന്നെ പകിടകളി കാണണം. അപ്പം ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.